ഇന്നത്തെ ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു. മലബാറിലെ BJP പ്രചാരണം ഉഷാറാകുമോ? മോദിയുടെ വരവോടുകൂടി വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാൻ വിളിക്കേണ്ട നമ്പർ 0471 661 5881. കൊല്ലത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ചെയ്യുന്നത്. ശ്രീ വിഷ്ണു, എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നു. വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് എത്തുന്ന അദ്ദേഹം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. വടക്കൻ കേരളത്തിലെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടുതൽ ഊർജ്ജമാകുമോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു വരവ്? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ആണോ കോൺഗ്രസ് ആണോ എന്ന് വരുന്നതല്ല, കേരളത്തിന്റെ പ്രൊഫൈൽ ഇൻക്രീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ നോക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ എല്ലാ ലീഡേഴ്സും വരട്ടെ. ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ട്രെൻഡ് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേൾഡിന്റെ ഒരു രീതി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഡേഴ്സ് വരുന്ന സ്ഥലത്താകുമ്പോൾ ന്യൂസ് ഫോക്കസ് ചെയ്യും. ഇപ്പൊ നമ്മൾ വോട്ടവറിന്റെ ഇപ്പൊ നമ്മൾ നെഗറ്റീവ് റീസൺസ് വഴിയാണെങ്കിലും ശബരിമല റീസൺ ഒരു ഫോക്കസ് പോയിന്റ് വന്നപ്പോൾ നമ്മൾ കേരളം പോയിന്റ് ഓഫ് ഇത് നിന്നില്ലേ. അപ്പൊ എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ പല സ്ഥലത്തും നമ്മുടെ കൊച്ചു കേരളത്തിന് ഇതൊരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് എക്സസൈസ് ആണ്. അപ്പം BJP വരാൻ നിർത്തി BJPക്ക് ഗുണം ഉണ്ടാവും എന്നുള്ള കാര്യം വേറെയാണ്. അടുത്ത സത്യം പറഞ്ഞത് എന്താണ്, അവിടെ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും മുരളീധരൻ തന്നെയാണ് ബെനിഫിറ്റ് വരാൻ പോകുന്നത്. കോഴിക്കോട് വരുന്നുണ്ട്. അതുകൊണ്ട് വടകരയും കോഴിക്കോടും അവിടെ കോൺഗ്രസിന്റെ അടുത്തുള്ള ഒരു ഇൻഡിനേഷൻ കൂട്ടാനാണ് കൂടുതൽ. കാരണം BJPയുടെ CPMന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഹിന്ദു കാൻഡിഡേറ്റ്, ഹിന്ദു വോട്ടേഴ്സാണ്. അപ്പോൾ അവരുടെ ഇന്ന് BJPക്ക് കുറച്ച് സീറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് LDFന് UDFന് അഡ്വാൻറ്റേജ് ആയിട്ട് വരും. അതാണ് കാണുന്നത്. പിന്നീട് വയനാട് ഇപ്പം രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആലോചിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ 20 MP നമ്മുടെ സ്ഥലത്തുനിന്ന് പോകാൻ നിർത്തും. അത് ഇപ്പൊ LDFന്റെ 2-3 പേരാണെങ്കിൽ പോലും ഇപ്പം ആറ്റിങ്ങലിൽ സമ്പത്തിന് നല്ല ട്രെൻഡാണെന്ന് കേൾക്കുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കാൻ നിർത്താൻ അപ്പോൾ 3 പേർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ 20 MP നമ്മൾ ഫോക്കസ് ചെയ്ത് സ്ട്രെങ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 8 മന്ത്രിമാരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ 4 നോക്കും. രാഹുൽ ഗാന്ധി പ്രൈം മിനിസ്റ്റർ, പിന്നീട് ഡിഫൻസ് മിനിസ്റ്ററായിട്ടോ ഫിനാൻസ് മിനിസ്റ്ററായിട്ടോ ലോ മിനിസ്റ്ററായിട്ടോ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശക്തി എന്താണ്? നമ്മളുടെ ആൾക്കാർ ഇത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ 20 MP ഫോക്കസ് ചെയ്ത് സ്ട്രെങ്ത് ആക്കി കൊണ്ടുവന്ന് നമുക്കൊരു ഫുൾ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് ആയത്. BJP ആണെങ്കിൽ നോർത്ത് ഇന്ത്യൻ മന്ത്രിമാർക്ക് ചാൻസ് കൊടുക്കൂ, നമുക്ക് സഹമന്ത്രിമാരെ കിട്ടത്തുള്ളൂ. അത് ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ ബാലരാമപുരത്ത് നിന്നും ശിവദാസൻ എന്ന പ്രേക്ഷകൻ ചെയ്യുന്നു. ശ്രീ ശിവദാസൻ, പ്രധാനമന്ത്രിയുടെ വരവ് മലബാറിലെ BJPയുടെ പ്രചാരണത്തിന് കൂടുതൽ ഉണർവേകുമോ? താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഗുഡ് മോർണിംഗ്. അതായത് ഞാൻ പറയുന്നത്, മോദി രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഞാൻ വന്നിരുന്നാലും ഇപ്പോഴത്തെ വോട്ടർമാർ ബുദ്ധിയുള്ള വോട്ടർമാരാണ്. ഇന്ന് ആരും ഒന്നും പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വന്നാലും മോദി വന്നിരുന്നാലും എല്ലാ മണ്ഡലങ്ങളിലും വന്ന് എത്താൻ പറ്റില്ല. ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ഞാൻ സത്യസന്ധമായി പറയുന്ന കാര്യമാണ്. തിരഞ്ഞെടുപ്പ് ഓരോരോ പാർലമെന്റ് മണ്ഡലങ്ങളിലും ഒരു സ്ഥാനാർത്ഥിക്കും ഞാൻ ജയിക്കും എന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ചുരുക്കം പറഞ്ഞാൽ പൊന്നാനി പോലും വയനാട് നിന്ന് രാഹുൽ ഗാന്ധിയെ പോലും നിർത്തി ജയിക്കാൻ ആരും ഒന്നാൽ ജയിക്കുന്ന മണ്ഡലമാണ് വയനാട് മണ്ഡലം പാർലമെന്റ്. അവിടെ പോലും ശക്തിയായി പ്രവർത്തിക്കൽ ഉണർവ് ഇപ്പൊ ജനങ്ങൾ കിട്ടി. എന്തുകൊണ്ട്? ശക്തനായ ഒരു മോദി നേതാവിന് വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇത് ജനങ്ങൾ ചിന്തിക്കും, വോട്ട് ചെയ്യണം, രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യണോ, രാജ്യദ്രോഹിക്ക് വേണ്ടി വോട്ട് ചെയ്യണോ, രാജ്യത്തിന് സമ്പത്തിന് കാത്തുസൂക്ഷിക്കുന്ന ആളിന് വോട്ട് ചെയ്യണോ, രാജ്യം നശിപ്പിക്കുന്നതിന് വോട്ട് ചെയ്യണമെന്ന് ചിന്തിക്കേണ്ട അവസരം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്കുണ്ട്, പലതലമുറയ്ക്കുണ്ട്. അവര് വോട്ട് ചെയ്യും. പക്ഷേ മാറ്റിങ്ങലാണോ ഇനി കൊടുങ്ങല്ലൂരാണോ ഞങ്ങളൊന്നും പറയണ്ട. എനിക്ക് അങ്ങനെ പറയണമെങ്കിൽ തിരുവനന്തപുരത്ത് എതിരില്ലാതെ പ്രവർത്തിക്കില്ല കുമ്മനം. അവിടെ സ്ഥാനാർത്ഥി ഇല്ലല്ലോ. ചെന്നൈയിൽ നിന്നും അരുൺ എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ അരുണ, കോഴിക്കോട്ടെ NDA സ്ഥാനാർത്ഥി ജയിലായതോടെ പ്രചാരണത്തിന് കൂടി ആളില്ല എന്ന രീതിയിലുള്ള വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിരുന്നു. ഇതിനെല്ലാം ഉണർവേകാൻ കഴിയുമോ? പ്രധാനമന്ത്രി ഇന്ന് കോഴിക്കോട് എത്തുന്നുണ്ട്, അദ്ദേഹം ഇന്ന് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉണർവേകാൻ കഴിയുമോ ഈ മോദിയുടെ വരവോടുകൂടി BJPക്ക്? ഇല്ല, പ്രധാനമന്ത്രി ഇപ്പം കേരളത്തിൽ വന്ന് കോഴിക്കോട്ട് വന്ന് പ്രചരണം നടത്തുന്നത് BJPക്ക് പ്രയോജനം ഉണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നു. കാരണം എല്ലാ പാർട്ടിക്കാരുടെയും നേതാക്കൾ വരുന്നുണ്ടെ നമ്മളെല്ലാം വിചാരിക്കുന്നത് ഞാൻ ജയിക്കും, അല്ല ഞങ്ങളുടെ പാർട്ടി ജയിക്കുന്ന. കാരണം ഇലക്ഷനിൽ നിന്നിട്ടുള്ള ഒരു മനുഷ്യൻ പോലും ഒരു വോട്ടിന് പോലും വകയില്ലാത്തവർ പോലും ഞാൻ ജയിക്കും എന്നാണ് പറയുന്നത്. ഇലക്ഷൻ പറയുന്നത് 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ പിന്നെ സുരേന്ദ്രൻ പത്തനംതിട്ട ജയിക്കുമെന്ന് ഇതിൽ കണ്ടായിരുന്നു ഒരാൾ പറയുന്നത്. കാരണം PC ജോർജ് ഏത് രീതിയിലാണ് പറയുന്നത്? 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേന്ദ്രൻ ജയിക്കുന്നത്. എന്നെ പോലുള്ളവരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലുള്ളവർ വോട്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ. പിന്നെ രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ വന്ന് വോട്ടിന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും 56 ഇഞ്ച് നെഞ്ചിന് വീതിയുള്ള മോഡി വന്ന് ഓപ്പോസിറ്റ് നിൽക്കണമായിരുന്നു. കാരണം രാഹുൽ ഗാന്ധി അവിടുന്ന് ഒളിച്ചോടിപ്പോയി എന്ന് പ്രസംഗിക്കുകയല്ലാതെ ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് ഞാൻ നിന്ന് ജയിച്ച് കാണിക്കാമെന്ന് പറയുന്നതായിരുന്നു തന്റേണമെന്നാണ് എന്റെ അഭിപ്രായം.
നന്ദി താങ്കളുടെ പ്രതികരണത്തിന്. പൊൻകുന്ന് വിനോദ് എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. വിനോദിന്റെ അഭിപ്രായം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? സാർ, ഇത് കേരളത്തിലെ ജനങ്ങള് പ്രബുദ്ധമായ ജനങ്ങളാണ്. ഒരു ഇലക്ഷൻ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അപ്പോൾ തന്നെ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഞാൻ ഇന്ന ആൾക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഈ നരേന്ദ്രമോദി പ്രഭാവമൊന്നും കേരളത്തില് ചെലവാകില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥകൾ മുഴുവനും വിജയമഞ്ച് പോണക്കുള്ള കുത്തകകൾക്ക് അടിയറ വെച്ച് അവരെ ഈ രാജ്യത്തു നിന്നും മുങ്ങുവാൻ വേണ്ടി എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്ത ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഇനിയും നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവർക്ക് ഇനിയും മലബാർ മേഖലയിൽ അടക്കം പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാൻ മേല, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ജീവിക്കാൻ മേലാത്തൊരവസ്ഥയിലേക്ക് പോകും. ശരി, വെള്ളമുണ്ടയിൽ നിന്നും സൂഫി എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത്. ശ്രീ സൂഫി, മലബാറിലെ എൻഡിഎ സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. 1,00,000-ലധികം പേർ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത്. താങ്കൾ എങ്ങനെയാണ് മോദിയുടെ വരവിനെ കാണുന്നത്? നരേന്ദ്രമോദി കേരളത്തില് വന്നതിനൊരു കാര്യവുമില്ല. എന്താ വെച്ചാൽ ഗുജറാത്തിൽ നരേന്ദ്രമോദി അവിടെ മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ അവിടെ ന്യൂനപക്ഷങ്ങളെ കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. അതുപോലെ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ നരേന്ദ്രമോദി കേരളത്തിൽ മത്സരിക്കാൻ ചെയ്താൽ തന്നെ കെട്ടിവെച്ച പണം കിട്ടുമെന്നാണ് സംശയം. പിന്നെ കേരളത്തിൽ ഒറ്റ സീറ്റും എൻഡിഎക്ക് കിട്ടാൻ പോകുന്നില്ല എന്നാണ് എന്റെ അഭിപ്രായം. കൊല്ലത്ത് നിന്നും സന്തോഷ് എന്ന പ്രേക്ഷകൻ ചേരുന്നത്. ശ്രീ സന്തോഷ്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ആവേശമായിരുന്നു, വലിയ രീതിയിലുള്ള പ്രകടനമാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത്. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ താരസാന്നിധ്യത്തിനുള്ള ഒരു മറുപടി കൂടിയല്ലേ BJP പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വരവോടുകൂടി ലക്ഷ്യമിടുന്നത്? താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? അതെ, തീർച്ചയായിട്ടും മോദിയുടെ കീഴിൽ ഇന്ത്യ വികസിക്കുകയാണ്. പണ്ടുകാലത്ത് നോക്കൂ, എത്ര വർഗീയ കലാപങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒറ്റൊരു വർഗീയ കലാപങ്ങൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ ഒന്നും പറയാനില്ല. മോദിയുടെ കീഴിൽ ഇന്ത്യ വികസിക്കുകയാണ്. അത് ജനങ്ങൾക്കറിയാം. പണ്ടുകാലത്ത് കേരളത്തിൽ BJP ഇല്ലായിരുന്നു. ഇന്ന് ശക്തമായിട്ടുള്ള ത്രികോണം മത്സരം നടക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലും. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയൊക്കെ കള്ളത്തരങ്ങൾ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാധ്യമങ്ങളും പടച്ചുവിട്ടാലും മോദിയുടെ ഈ ഒരു ഭരണത്തെ ആർക്കും മറയ്ക്കുവാൻ സാധ്യമല്ല. എല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് പ്രദീപ് എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ പ്രദീപ്, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഉടലെടുത്ത ഇവിടെ പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയ പ്രസംഗം ഏത് രീതിയിലായിരിക്കും എന്നതുള്ളത് അടക്കം പ്രവർത്തകർ എല്ലാവരും രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ഉറ്റുനോക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് മോദിയുടെ വരവിനെ കാണുന്നത്? നമ്മുടെ കേരളം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗമാണെങ്കിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ അതിൻ്റെതായ ഗുണം ഉണ്ടാവും. അത് NDAക്കോ BJPക്കോ തീർച്ചയായിട്ടും ഗുണം ഉണ്ടാവും. അല്ല, കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്നുണ്ടായി ഗുണം ഉണ്ടാവില്ല. കാരണം അന്യ രാജ്യങ്ങളിൽ പ്രധാനമന്ത്രി പോകുന്ന സമയത്ത് പോലും നമ്മുടെ മലയാളികളടക്കം വളരെ ഒരു ആവേശത്തിലാണ് കണ്ടിട്ടുള്ളത്. അത് നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ടിട്ടുള്ളത്. പിന്നെ പലവരും പറയുന്നതായിട്ട് ഇവിടെ BJP അല്ലെ അക്കൗണ്ട് തുറക്കൂല, അല്ലെ BJP ഇവിടെ ഒന്നും ആവില്ല. നമ്മളിപ്പോ BJP എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിൽ BJP നമ്മൾ നിസ്സാരം പോലെ കണ്ട ഒരു പാർട്ടിയാണ് കേരളത്തിൽ. ഇന്ന് എന്തുകൊണ്ടാണ് സർവേകളിൽ പോലും BJPക്ക് അല്ലെങ്കിൽ 1-2 സീറ്റ് പറയുന്നുണ്ട്, BJP ഒരു ത്രികോണ മത്സരം കാഴ്ചവെക്കുന്നുണ്ട്? അതൊക്കെ ചുമ്മാ പൊള്ളയായ കുറച്ച് കള്ളത്തനങ്ങൾ പറയാ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇടത് വലത് മുന്നണികൾ അടുത്ത നമ്മുടെ അയൽ സംസ്ഥാനത്തിൽ പോലും ഒരുമിച്ച് മത്സരിക്കുന്നുണ്ട്. ഇപ്പോഴും വരും കാലങ്ങളിൽ കേരളത്തിലും ഇത് തന്നെ സംഭവിക്കും. ശരി, ഒറ്റപ്പാലിൽ നിന്നും വിനോദ് എന്ന പ്രേക്ഷകൻ കൂടി ചെയ്തുകൊണ്ട്. ശ്രീ വിനോദ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തുന്നു. NDA സ്ഥാനാർത്ഥികളുടെ വടക്കൻ കേരളത്തിലെ NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് അദ്ദേഹം കേരളത്തിലെത്തുന്നു. എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ വരവിനെ താങ്കൾ കാണുന്നത്? മോദിയുടെ വരവ് കേരളത്തിൽ ഒന്നും നടക്കില്ല. അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും കൂട്ടകുടുംബമായി ജീവിക്കുന്ന ആരെങ്കിലും ഒരാൾ മോദിക്ക് വോട്ട് ചെയ്യോ? മോദിയുടെ കീഴില് രാജ്യമല്ല വികസിക്കണത്. അമിത്ഷായും മോദിയും പിന്നെ കുറച്ച് നീരവ് മോദി അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ വികസിക്കണുള്ളൂ. രാജ്യം വികസിക്കണില്ല. രാജ്യത്ത് ഇപ്പോഴും ദാരിദ്ര്യമാണ്. കേരളത്തിലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് ശമ്പളം കൊടുക്കാത്ത സർക്കാരാണ് മോദി. എന്നിട്ടാണ് ഇവര് വലിയ ന്യായം പറഞ്ഞാൽ നടക്കുന്നത്. ആകെ പാവപ്പെട്ടതിന് എന്തെങ്കിലും ഉപകാരം ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറയും. ഇപ്പൊ നേരത്തെ 2 സുഹൃത്തുക്കള് എന്തൊക്കെയാ പറയുന്ന കേട്ടു, മോദി വന്ന ആനയാവും ചേന. എന്താവാനാ? കേരളത്തിലുള്ള ജനങ്ങളൊക്കെ പൊട്ടന്മാരാണെന്ന് ഇവരൊക്കെ വിചാരം.
ശരി, വയനാട്ടിൽ നിന്നും ബിജു എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീ ബിജു, BJP വളരെയധികം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന 2 മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും പത്തനംതിട്ടയും. അതുകൊണ്ട് തന്നെ പ്രചാരണങ്ങളെല്ലാം ഈ 2 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിലൊന്നും കാര്യമായ പ്രചാരണങ്ങൾ നടക്കുന്നില്ല എന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണമടക്കം പാർട്ടിയിൽ തന്നെ ഉയർന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മോദി കോഴിക്കോട് എത്തുന്നു, പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നു, പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. വടക്കൻ കേരളത്തിലെ BJPയുടെ പ്രവർത്തനത്തിന് വലിയൊരു ഉണർവേകുമോ മോദിയുടെ ഇത്തവണത്തെ വരവ്? ഇല്ല, യാതൊരു കാര്യമല്ല. മോദി നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് ഈ BJPക്ക് ഒരു വോട്ട് പോലും കിട്ടിയില്ല. കൂട്ടുപണിയാണ് പ്രധാനമന്ത്രി കാണിച്ചു വെച്ചത്. കേരളത്തിൽ പ്രളയം ഉണ്ടാക്കും വന്നിട്ടില്ല. നോട്ട് നിരോധനം നടത്തിയ ആളുകളെ കംപ്ലീറ്റ് പരുവത്തിലാക്കിയതാണ്. ശരി, ബാംഗ്ലൂരിൽ നിന്ന് ജോസഫ് എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത്. ജോസഫ്, എങ്ങനെയാണ് മോദിയുടെ വരവിനെ കാണുന്നത്? വടക്കൻ കേരളത്തിലെ ഒരു പുതിയ ഉണർവ് ഉണ്ടാകുമോ അദ്ദേഹത്തിന്റെ വരവോടുകൂടി? തീർച്ചയായിട്ടും മോഡിയുടെ വരവ് ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് വരുന്നത്. അത് മനുഷ്യനെ മറന്ന ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. അതായത് 700 കോടി രൂപ ഒരു ഗൾഫ് കൺട്രി തരാമെന്ന് പറഞ്ഞ പണം അത് ഗുജറാത്തിലെ പ്രളയം വന്നപ്പോഴത്തേക്ക് അത് മേടിക്കുകയും എർത്തുപ്പി വന്നപ്പോൾ മേടിക്കുകയും കേരളത്തിന് അത് ഡിനൈ ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഓർമ്മിപ്പിക്കുകയാണ് ജനങ്ങളെ, ഞാൻ നിങ്ങളെ ഉപദ്രവിച്ച ആളാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. പിന്നെ ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്ന വാർത്തകളെല്ലാം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഈ ആന്ധ്രയിലെ വോട്ടേഴ്സ് ലിസ്റ്റില്ല, മുസ്ലിംസിന്റെ പേരില്ല, ട്രൈബ്സിന്റെ പേരുകളില്ല. അതുപോലെ തന്നെ ഇലക്ഷൻ മെഷീനിൽ UPയിലെ ഈ ആനയ്ക്ക് കുത്തിയാൽ ലോട്ടസ് അവിടെ തെളിയുന്നു. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു നവയുഗത്തിലാണ് ജീവിക്കുന്നത്. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകളുണ്ട്. അവർ ഈ വാർത്തകൾ കാണുകയാണ്. നിങ്ങളുടെ ചാനലുകൾ ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും BJPക്ക് വലിയൊരു സെറ്റ് ബാക്ക് ആണ് അടുത്ത ഇലക്ഷനിൽ വരുന്നത്. കേരളത്തിൽ ഈ മോഡിയുടെ വരവ് ദോഷമാണ് ചെയ്യുന്നത് എന്നായിരിക്കും. എറണാകുളത്ത് നിന്ന് വിഷ്ണു എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത്. ശ്രീ വിഷ്ണു, എന്തായാലും മോഡിയുടെ വരവോടുകൂടി വടക്കൻ കേരളത്തിലെ ഒരു പ്രചാരണം പുറകോട്ടാണ് എന്ന ഒരു അഭിപ്രായം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. അതിനെല്ലാം മരുന്നേക്കാൻ കഴിയുമെന്നാണ് പ്രവർത്തകരടക്കം വിശ്വസിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? വടക്കൻ കേരളത്തിൽ പൊതുവെ BJPക്ക് വേറിടം കുറവാണ്. ആകെ ഒരു ഇതുള്ളത് തിരുവനന്തപുരത്തും പത്തനംതിട്ടയാണെന്നാണ് ഞാൻ ന്യൂസ് കണ്ടത് മനസ്സിലാക്കുന്നത്. മോദിയുടെ വരവ് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കാര്യമായിട്ട് ബാധിക്കാൻ ചാൻസ് ഇല്ല. കാരണം ശക്തമായ നേതാക്കൾ, പ്രാദേശിക തലത്തിൽ ശക്തമായ നേതാക്കൾ, ജനങ്ങളിൽ ഇറങ്ങിച്ചെല്ലാവുന്ന നേതാക്കൾ കേരളത്തിൽ പൊതുവെ ഇല്ല. ഉള്ള നേതാക്കളാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ചരടുവലി വെച്ച് അവരെ പുറകോട്ട് തള്ളുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. പത്തനംതിട്ടയാണെങ്കിൽ തന്നെ നേതാക്കളെ പ്രഖ്യാപിച്ച് തന്നെ ലാസ്റ്റ് മൊമെന്റിലാണ്. അതൊക്കെ തന്നെ ഒരു തിരിച്ചറിയാൻ വേണ്ടി ചാൻസ് ഉണ്ട്. പട്ടാമ്പിയിൽ നിന്നും ദിവാകരൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ദിവാകരൻ, എങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വരവിനെ കാണുന്നത്? തീർച്ചയായും BJP പ്രവർത്തകർക്ക് ഒരു ഉന്മേഷം കിട്ടുന്നത് 100% ശരിയാണ്. കാരണം BJP ഒരിക്കലും സംഘടനാ വൈഭവം കൊണ്ട് മുന്നോട്ട് വരാത്തതിന്റെ കാരണം അവര് CPM-നോടുള്ള പേടികൊണ്ട് കോൺഗ്രസിന് വോട്ട് മറിക്കായിരുന്നു കാലം. ഇപ്പൊ അവരുടെ വോട്ടൊക്കെ BJPക്ക് തന്നെ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും BJP ഒരു 2ാം സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത 100% ശരിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് സിബി എന്ന പ്രേക്ഷകനാണ് അടുത്തതായി നമ്മോടൊപ്പം ഉള്ളത്. സിബി, എന്തായാലും അദ്ദേഹം വൈകുന്നേരത്തോടുകൂടി കോഴിക്കോട്ട് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. 5 മണിക്ക് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും, പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വരവിനെ കാണുന്നത്? ശ്രീ സിബി, കേൾക്കാമെങ്കിൽ? കേൾക്കാം. നരേന്ദ്രമോദി കേരളത്തിൽ വരുന്നത് കൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മാറ്റവും നമ്മുടെ കേരളത്തിൽ വരാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു നരേന്ദ്രമോദി നമ്മുടെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളിൽ എത്ര ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് ജനങ്ങളെല്ലാം ബോധ്യവാന്മാരാണ്. ശരി, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും അനീഷ് എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത്. ശ്രീ അനീഷ്, രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഓളമാണ് കേരളത്തിലുണ്ടായത്. വയനാട്ടിൽ മണ്ഡലത്തിലും വടക്കൻ കേരളത്തിലെ മണ്ഡലത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരു ഓളമുണ്ടായി. ഇന്ന് പ്രധാനമന്ത്രി എത്തുന്നു. അത്തരത്തിലുള്ള ഓളം അദ്ദേഹത്തിന്റെ വരവോടുകൂടി വടക്കൻ കേരളത്തിലും ഉണ്ടാകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, കേരളത്തില് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി എത്തുന്നത് കൊണ്ട് യാതൊരു കാരണവശാലും ഒരു ഓളവും ഉണ്ടാക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾക്കറിയാം, നോട്ട് നിരോധനമായിക്കൊള്ളട്ടെ, മറ്റ് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രളയമായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ വിരുദ്ധമായിട്ട് നിന്നിട്ടുള്ള ശക്തിയാണ് മോദി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാരണം തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ശബരിമല പ്രശ്നം കൊണ്ട് കുറെ വോട്ടുകൾ മറിയാൻ സാധ്യതയുണ്ട്.
അതില്ലാന്ന് പറയാൻ പറ്റത്തില്ല. അത് കേരളത്തിലെ സർക്കാരിന്റെ പിടിപ്പുകേടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത്. അത് മാത്രം. ഒമാനിൽ നിന്നും അനൂപ് എന്ന പ്രേക്ഷകനാണ് ചെയ്യുന്നത്. ശ്രീ അനൂപ്, വിളിച്ച പ്രേക്ഷകരെല്ലാം വിളിച്ചവരിൽ അധികവും നമ്മളോട് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ വരവോടുകൂടി പ്രത്യേകിച്ച് ഗുണമൊന്നും BJPക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ്. താങ്കളുടെ നിരീക്ഷണം എങ്ങനെയാണ്? എന്റെ നിരീക്ഷണത്തിൽ നമ്മൾ മോദി സർക്കാർ വന്നേപ്പിന് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ നോക്കി മൈനസ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ഇപ്പൊ ഈ കുറച്ചു മുമ്പ് ഒരു പ്രേക്ഷകൻ പറഞ്ഞിരുന്നു ശബരിമലയുടെ ഒരു പിടിപ്പേട് നമ്മുടെ ഇടതുപക്ഷം കാണിച്ചു എന്ന്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളും. പ്രളയം വന്നിരുന്നു, അപ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇതുപോലെ തന്നെ ഇഷ്യൂസ് ഉണ്ടാക്കി. അവരുടെ ഒരു ഡിസിഷൻ കറക്റ്റ് ആവാത്തതുകൊണ്ട് പ്രളയത്തിന്റെ കാര്യങ്ങൾ വന്നു. മത്സ്യത്തൊഴിലാളികൾ ആ സമയത്ത് ഹൈലൈറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കേണ്ട പേയ്മെന്റുകളോ അവർക്ക് നോക്കിയ ഒരു ദുരിതാശ്വാസത്തിന്റെ കാര്യങ്ങൾ ചെയ്യാനോ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. മലബാറിലെ BJP പ്രചാരണം ഉഷാറാകുമോ മോദിയുടെ വരവോടുകൂടി എന്ന ചോദ്യമാണ് പ്രേക്ഷകർ പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത്. വിളിച്ചവരിൽ അധികവും പറഞ്ഞത് മോദിയുടെ വരവ് പ്രത്യേകിച്ച് ഗുണമൊന്നും BJPക്ക് ഉണ്ടാവില്ല എന്നത് തന്നെയാണ്. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.